Hi all. Now we are going to discuss a new topic, that is marginal costing. Marginal costing എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് we want to go through what you mean by marginal cost. എന്താണ് marginal cost എന്ന് നോക്കാം. It is an additional cost of producing an additional unit. അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണെന്ന് പറയുക മാർജിനൽ കോസ്റ്റ് എന്ന് സിംപ്ലി നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അക്കോർഡിംഗ് ടു ICMA, we can say that it is defined as the amount of any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. That means it is amount of any given volume of output. ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ഒരു എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബൈ വിച്ച് അതിൽ നിന്ന് ദ അഗ്രിഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച്ഡ് ഇഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ അഗ്രിഗേറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചിനെയാണെന്ന് പറയാം മാർജിനൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. നമുക്കറിയാം അഡീഷണലായിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ അഡീഷണലായി വരുന്ന കോസ്റ്റ് വേരിയബിൾ കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റായി നിൽക്കുകയും വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ വേരിയബിൾ കോസ്റ്റ്. സോ വി ക്യാൻ generate an equation that is marginal cost is equal to direct material cost plus direct labor cost plus direct expenses plus variable overhead. അല്ലേ, ഇതെല്ലാം സമേഷൻ ആയിരിക്കും എന്ത് മാർജിനൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്യുമ്പോൾ നോർമലി അതെന്താണ് പ്രൈം കോസ്റ്റാണ്. സോ അതിൻ്റെ കൂടെ വേരിയബിൾ കോസ്റ്റും കൂടെ വേരിയബിൾ ഓവർഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് marginal cost. So marginal cost is equal to prime cost plus variable overhead. The next marginal costing. Marginal costing, it is a technique of costing which differentiated between fixed cost and variable cost and charging only variable cost to product. It is a technique of costing. മാർജിനൽ കോസ്റ്റിംഗ് ഒരു ടെക്നിക്ക് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇറ്റ്സ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. എന്താണ് ടെക്നിക്കും അല്ലെങ്കിൽ എന്താണ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പം ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്. സോ ഇറ്റ്സ് നോൺ ആസ് ഇസ് എ മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക്ക്, ഇറ്റ്സ് നോട്ട് എ മെത്തേഡ്. അപ്പോൾ എന്താണ് മെത്തേഡ്? മെത്തേഡ് മീൻസ് method means it is if we use it as ascertaining cost of a product. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ യൂസ് ചെയ്താൽ അതിനെയാണ് എന്താ പറയുക മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുക. സോ ഇറ്റ്സ് നോട്ട് എ മെത്തേഡ്, ഇറ്റ്സ് ഓൺലി എ ടെക്നിക്ക്. മാനേജർ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ്. അല്ലാതെ ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അസർട്ടൈൻ ചെയ്യുന്ന ഇത് മാർജിനൽ കോസ്റ്റ് യൂസ് ചെയ്തിട്ടല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ്. അതുകൊണ്ട് എന്താണ് ഇതൊരു കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്കാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ടെക്നിക്ക് എന്ത് ചെയ്യുന്നു? വിച്ച് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അത് ഫിക്സഡ് കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടോ ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രോഡക്റ്റിലോട്ട് എന്ത് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ടൈപ്പ് ഓഫ് ടെക്നിക് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റിംഗ്. അക്കോർഡിംഗ് ടു ICMA ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസർടൈൻമെൻറ്റ് by differentiating between fixed cost and variable cost of marginal cost
and of the effect on profit of changes in volume or type of output. We can say that it's an ascertainment of marginal cost. മാർജിനൽ കോസ്റ്റിൻ്റെ അസർട്ടൈൻമെൻ്റ് ആണ്. എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത്? ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഓഫ് ദി ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. അതിനുശേഷം ഔട്ട്പുട്ടിനോ അല്ലെങ്കിൽ വോളിയത്തിനോ ഉണ്ടാകുന്ന ചേഞ്ചസ് പ്രോഫിറ്റിൽ എന്ത് ഇഫക്റ്റാണ് വരുത്തുന്നതെന്ന് കാണിക്കുകയും ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് ഓർ ദിസ് ടെക്നിക് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റിംഗ്. Then we can say that the features of marginal costing. First, it is not a method of costing. We already say that it is not a method, it's only a technique of costing. So, it's a technique or managerial decision making. Only a technique maatrana. Then, all costs are classified into fixed and variable. എല്ലാ കോസ്റ്റുകളെയും ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും വേരിയബിൾ കോസ്റ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഓൺലി ദ വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു പ്രോഡക്റ്റിലോട്ട് വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ദ നെക്സ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻവേർഡ്. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? പ്രോഫിറ്റിൻ്റെ എഗെയിൻസ്റ്റ് ചാർജ് ചെയ്യപ്പെടുകയും എപ്പോഴാണ് ചാർജ് ചെയ്യുന്നത്? എപ്പോഴാണ് ആ പ്രോഫിറ്റ് ഇൻക്വയർ ചെയ്യുന്നത് അപ്പോൾ അത് ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദെൻ ദ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് ദ മാർജിനൽ കോസ്റ്റ്. ഇവിടെ കോസ്റ്റ് വാല്യൂ ചെയ്യുന്നത് എന്തിലാണ്? ഏതൊക്കെ കോസ്റ്റ്? ക്ലോസിംഗ് സ്റ്റോക്കും അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റും വർക്കിംഗ് പ്രോഗ്രസ്സും വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൽ ആയിരിക്കും. The next, selling price is equal to variable cost plus contribution. As per the marginal costing principles, the selling price is determined by adding the variable cost plus contribution. Contribution variable cost കൂടെ ആഡ് ചെയ്തായിരിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് പ്രകാരമുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ. ഇവിടെ എന്താണ്? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ എന്ന ടേം കൊണ്ടാണ്. അല്ലാതെ അതിൻ്റെ ഫൈനൽ പ്രോഫിറ്റ് എന്ന കോൺസെപ്റ്റ് മാറി അവിടെ എന്ത് വരുന്നു? കോൺട്രിബ്യൂഷൻ എന്ന കോൺസെപ്റ്റ് വരികയാണെന്ത്? മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഏതൊരു ഡിസിഷൻ എടുക്കുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഏതൊരു ഡിസിഷനും എടുക്കുന്നത് കോൺട്രിബ്യൂഷൻ്റെ ബേസിലായിരിക്കും. ദെൻ അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻ, അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന ടെക്നിക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോളോയിങ് അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് പറഞ്ഞ ഓൾ കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. കോസ്റ്റുകളെ ഫിക്സഡ് ആയിട്ടും വേരിയബിൾ ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ്. മാർജിനൽ കോസ്റ്റ് അപ്ലിക്കബിൾ ആവണമെങ്കിൽ എല്ലാ ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റായിട്ടും വേരിയബിൾ കോസ്റ്റായിട്ടും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യുക. ദെൻ ദ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഏതൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റി, അതായത് പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്, അത് കോൺസ്റ്റൻ്റായി നിലനിൽക്കും. എന്നാൽ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ചേഞ്ച്ഡ്. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി. അതായത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റും എന്താണ്? മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതേ കോസ്റ്റ് തന്നെയായിരിക്കും രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, എന്നാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുകയും ചെയ്യും. ദെൻ സെല്ലിംഗ് പ്രൈസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദെൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് റേറ്റ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ്. ഇതൊക്കെ എന്താണ്? ചേഞ്ച് ചെയ്യാതെ നിലനിൽക്കണം. Then the volume of production is the only factor which influences the cost. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടറാണ് ഇത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഉള്ള കോസ്റ്റും അതേപോലെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഉള്ള കോസ്റ്റും മാത്രമാണ് എന്ത് ആക്ച്വൽ
കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഫസ്റ്റ്, easy and simple. You can say that the marginal costing technique is simple to understand and easy to operate. മാർജിനൽ കോസ്റ്റ് സിമ്പിൾ ആണ്, അതേപോലെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ സിമ്പിൾ വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിൻ്റെ വാലുവേഷൻ ഇവിടെ സിമ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ ബേസ് ഓഫ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ദാറ്റ് മീൻസ് വേരിയബിൾ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് എന്താണ് സ്റ്റോക്ക് വാല്യൂ ചെയ്താൽ മതിയാവും. ദെൻ ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. ഇവിടെ എന്താണ് കോസ്റ്റ് കൺട്രോൾ ബെറ്ററായി മാറുകയാണ്. എഫക്റ്റീവ് ആൻഡ് ക്ലാസിഫൈഡ്, അതായത് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും വേരിയബിൾ കോസ്റ്റ് ആയിട്ടും എന്താ ക്ലാസിഫൈ ചെയ്യുന്നതോടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ദെൻ നോ പ്രോബ്ലം ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡും അതേപോലെ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡും ഒന്നും എന്താണ് ഇവിടെ വരുന്നില്ല, കാരണം വേരിയബിൾ കോസ്റ്റിനെ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ്, അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യാൻ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളം എന്നാണ് കമ്പാരിറ്റീവ് പ്രോഫിറ്റബിലിറ്റി കോൺട്രിബ്യൂഷൻ വെച്ച് നമുക്ക് പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യാൻ മാർജിനൽ കോസ്റ്റിലൂടെ പറ്റുന്നു. ദെൻ നെക്സ്റ്റ്, പ്രോഫിറ്റ് പ്ലാനിങ്. പ്രോഫിറ്റ് നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു, പ്രൈസിങ് പോളിസി. These are the various advantages of marginal costing. The disadvantages of marginal costing. The first one is difficulty in separating cost. We already say that we want to differentiate or segregate the total cost into fixed and variable. So it's very difficult to segregate the fixed cost and variable cost. So one of the demerits in marginal costing. The difficulty in application. That means the application of this technique marginal costing is difficult in various areas. That means shipbuilding and contract work, and that's it. Difficulty in application, not suitable in all type of applications. The next, undervaluation of stock. That may be another demerit, that is undervaluation of stock. We already say that the stock is valued only on the base of variable cost. We did not consider the fixed cost. So the stock always have a lesser value. Fixed cost consider ചെയ്യാത്തതുകൊണ്ട്. Then short run analysis. ഷോർട്ട് റൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർജിനൽ കോസ്റ്റിങ് ഷോർട്ട് റണ്ണിലോട്ട് മാത്രമേ നമുക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. ബിക്കോസ് ലോങ് റണ്ണിൽ എന്താണ് ഈ വേരിയബിൾ കോസ്റ്റും എന്താണ് ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ്സ് അനദർ ഡിമെറിറ്റ്. ദെൻ ടൈം ഫാക്ടർ ഇഗ്നോർഡ്. മാർജിനൽ കോസ്റ്റിംഗ് ഇഗ്നോർ ദ ടൈം ഫാക്ടർ കംപ്ലീറ്റ്ലി. ടൈം ഫാക്ടറിനെ കൺസിഡർ ചെയ്തിട്ടൊന്നും അല്ല എന്താ മാർജിനൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. ദെൻ റോങ് ബേസിസ് ഫോർ പ്രൈസിങ്. കോൺട്രിബ്യൂഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ എന്താണ് ഇതൊരു റോങ് ആയ ഒരു പ്രൈസിങ് സിസ്റ്റമായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. മോർ എംഫസിസ് ഓൺ സെയിൽസ്. പ്രൊഡക്ഷൻ മാറി, പ്രൊഡക്ഷൻ ഫംഗ്ഷനെ മാറി സെയിൽസ് ഫംഗ്ഷൻ കൂടുതൽ എംഫസൈസ് നൽകിക്കൊണ്ടുള്ള ഒരു ടെക്നിക്കാണിത് മാർജിനൽ കോസ്റ്റിംഗ്. സോ ദീസ് ആർ വേരിയസ് demerits or disadvantages of marginal costing. Thank you.